जय बाबा गौरी। 250 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള കാണുവാൻ വേണ്ടിയിട്ടാണോ ഞാനും ഭരതനും കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്ന് ഈ യാത്ര പുറപ്പെടുന്നത്. 1755 അവസാനത്തെ മാമാങ്കം നടന്നതെന്ന് പറയപ്പെടുന്നു. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഏകദേശം 28 ദിവസമായിരുന്നു ഈ ഉത്സവം നീണ്ടു നിന്നിരുന്നത്. എന്തുകൊണ്ടായിരിക്കും തിരുനാവായ ഈ മഹോത്സവത്തിനായിട്ട് തിരഞ്ഞെടുത്തത്? ഭാരതത്തിലെ അപൂർവമായ ക്ഷേത്ര വിന്യാസങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത്. നദിയുടെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 3 ക്ഷേത്രങ്ങൾ ത്രികോണാകൃതിയിൽ മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ ത്രികോണത്തിലെ 3 ബിന്ദുക്കൾ പ്രതിനിധീകരിക്കുന്നത് സൃഷ്ടിയായ ബ്രഹ്മാവിനെയും സ്ഥിതിയായ വിഷ്ണുവിനെയും സംഹാരമായ ശിവനെയുമാണ്. ഈ 3 ക്ഷേത്രങ്ങളും ചേർന്ന് അതൊരു ത്രികോണമായി രൂപപ്പെടുമ്പോൾ അവിടെ ഒരു ഊർജ്ജ വലയം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഈ ത്രികോണത്തിന്റെ ഉള്ളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യുന്ന ബലിതർപ്പണത്തിന് മറ്റ് സ്ഥലങ്ങളെക്കാൾ ആത്മീയ ഫലം കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു. പവിത്രമായ ഗംഗാ നദിയെ പോലെ നിളാനദിയും ഇവിടെ ദേവിയായി പൂജിക്കപ്പെടുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ ഈ ദീപക്കാഴ്ചകൾക്ക് ഗംഗാ ആരതിയുടെ അതേ പരിശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് തിരുനാവായ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത്. കാശി വരെ പോകാൻ കഴിയാത്തവർക്ക് അതേ ഊർജം തിരുനാവായയിൽ അനുഭവിക്കാം. ജീവിതത്തിൽ ആദ്യമായി നിള ആരതി കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണോ ഞാൻ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിള ആരതിയൊക്കെ കണ്ടതിന് ശേഷം വോളണ്ടിയേഴ്സിന്റെ ഒപ്പം വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ ഞങ്ങളും കൂടി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിളാ സ്നാനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. തിരുനാവായയിലെ ഈ പുണ്യ തീർത്ഥത്തിൽ മുങ്ങി നിവരുമ്പോൾ ഗംഗയിൽ കുളിച്ച അതേ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുനാവായയിൽ വന്ന് ഈ ത്രികോണ ഊർജം അനുഭവിച്ചിട്ടുണ്ടോ?